വെൽക്കം ടു രൂപാസ് കിച്ചൻ. ഇന്ന് നമ്മുടെ സ്പെഷ്യൽ എന്ന് വെച്ചാൽ ഇടിച്ചക്ക കൊണ്ട് നല്ലൊരു തോരനാണ്. ഇതുപോലെ നല്ല ടേസ്റ്റ് ആയിരിക്കും. അതെങ്ങനെ ചെയ്യണമെന്നുള്ളത് നമുക്ക് നോക്കാം. അപ്പം നമ്മളിന്ന് തോരൻ ഉണ്ടാക്കാനായിട്ട് പകുതി എടുക്കുന്നുള്ളൂ കേട്ടോ. എനിക്ക് പകുതിയുടെ ആവശ്യമുള്ളൂ, അതുകൊണ്ടാണ്. ഇപ്പോൾ ഇത് കട്ട് ചെയ്യണം. ഇതിനായിട്ട് ഇതിൻ്റെ തോട് മാത്രം എടുത്ത് കളഞ്ഞാൽ മതി. അപ്പം ഞാൻ അതിന് ഞെട്ടെടുത്തിട്ടേ ഇങ്ങനെ വെച്ച് കട്ട് ചെയ്യുന്നു. അപ്പോൾ പെട്ടെന്ന് കട്ട് ചെയ്യാൻ പറ്റും. കണ്ടോ, ഇതുപോലെ കഷ്ണങ്ങളാക്കിയതിന് ശേഷം നമുക്ക് തോടെടുക്കുമ്പോൾ പെട്ടെന്ന് തന്നെ തോടെടുക്കാൻ പറ്റും. തോട് മാത്രം എടുത്താൽ മതി, ബാക്കിയുള്ള പാർട്ടൊന്നും മാറ്റേണ്ട ആവശ്യമില്ല കേട്ടോ. അപ്പോൾ ഇതുപോലെ ഇങ്ങനെ തോടെടുത്തേക്കാം. കുറച്ച് കട്ടിയാണ്, നമുക്ക് എടുക്കാൻ ഇച്ചിരി പാടായിരിക്കും. കണ്ടോ, ഇതുപോലെ കംപ്ലീറ്റ് മാറ്റിയേക്കാം. അപ്പം ഞാൻ അതെല്ലാം ഇതുപോലെ പീസസ് ആയിട്ട് കട്ട് ചെയ്തിട്ടുണ്ട്. ഇതിൽ നമുക്ക് കുറച്ച് ഉപ്പ് കൂടി ഇട്ട് കൊടുക്കാം. അത് കഴിഞ്ഞിട്ട് ശകലം മഞ്ഞൾപ്പൊടിയും കൂടി ഇട്ട് കൊടുക്കാം. ഇനി ഇത് മുങ്ങുന്ന രീതിയിൽ വെള്ളം കൂടെ ഒഴിച്ച് കൊടുക്കാം. വെള്ളം ഒരുപാട് വേണ്ട, മുങ്ങുന്ന രീതിയിൽ വെള്ളം മതി കേട്ടോ. ഇനിയിപ്പോൾ ഇത് നമ്മൾ വേവിച്ചെടുക്കണം. ഈ ചക്ക വന്നിട്ട് വെന്ത് കുഴഞ്ഞു പോകരുതേ, ഒരു 3/4 ഭാഗം വേവിച്ചെടുത്താൽ മതി. അപ്പം ഞാനത് ഗ്യാസ് ഓൺ ചെയ്ത് വെച്ചിട്ടുണ്ട്. മൂടി വെച്ച് കൊടുക്കാം, വേകട്ടെ. അതിനായിട്ട് കുറച്ച് തേങ്ങ നമുക്ക് ചതച്ചെടുക്കണം. ഞാനൊരു 1/2 കപ്പ് ചെറിയ തേങ്ങ, ഒരു 6 ടേബിൾ സ്പൂൺ നിറച്ചുണ്ട്. ഒരു 4 അല്ലി വെളുത്തുള്ളി, ഒരു 6-7 ചെറിയ ഉള്ളി, ഒരു 3 വലിയ പച്ചമുളക്, 1 ടീസ്പൂൺ ജീരകം, ഇത്ര എടുത്തിട്ടുണ്ട്. ഇതിൻ്റെ കൂടെ ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർക്കാം. വെച്ചാൽ നമ്മൾ വേവിക്കാൻ നേരത്ത് കുറച്ച് മഞ്ഞൾപ്പൊടി ചേർത്തിട്ടുണ്ട്. അതുകൊണ്ട് കുറച്ച് മഞ്ഞൾപ്പൊടി ചേർത്തിട്ട് ഒന്ന് ചതച്ചെടുക്കണം. നല്ല അരയേണ്ട, നമ്മൾ തോരനൊക്കെ ചതയ്ക്കുന്ന പോലെ. അപ്പം ഞാനൊന്ന് ചതച്ചിട്ട് വരാം. കണ്ടോ, ഇതുപോലെ ക്രഷ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇതിരിക്കട്ടെ. നമുക്കിനി ചക്ക എന്തോന്ന് നോക്കാം. എന്തോന്ന് നോക്കട്ടെ. ഏകദേശം വെന്തിട്ടുണ്ട് കേട്ടോ. ഞാൻ പറഞ്ഞ പോലെ ഒരു 3/4 ഭാഗം വെന്താൽ മതി കേട്ടോ. അപ്പോഴത്തേക്ക് നമ്മുടെ ഈ വെള്ളവും കൂടെ ഒന്ന് വറ്റി കിട്ടും. വെള്ളം കളയണ്ട, ഒന്ന് കുറച്ചുകൂടെ വേവട്ടെ. നമ്മുടെ ചക്ക വെന്തിട്ടുണ്ട്. ഞാൻ ഫ്ലെയിം ഓഫ് ചെയ്യുന്നേ. ഇനി നമ്മളിത് ചതച്ചെടുക്കണം. നമുക്കിത് ചതച്ചെടുക്കണം. ഞാൻ ഇതുപോലെ ഒരു ഇടികല്ലിൻ്റെ ഈ ഭാഗം വെച്ചാണ് ചതയ്ക്കുന്നത്. നിങ്ങൾക്ക് അമ്മിക്കല്ല്, പണ്ടൊക്കെ നമ്മൾ അമ്മിക്കല്ല് വെച്ചാണ് ചതച്ചെടുക്കുന്നത്. അല്ലെങ്കിൽ മിക്സിയുടെ പൾസ് മോഡ് ഇട്ടിട്ടും ഒന്ന് കറക്കിയെടുക്കാം. അങ്ങനെയും ചെയ്യാം കേട്ടോ. കണ്ടോ, ഇത് വന്നിട്ട് പെട്ടെന്ന് ചതഞ്ഞ് കിട്ടുന്നു. ഇതിലുള്ള ഈ കുഴവിയുണ്ടല്ലോ, അത് വെച്ച് പെട്ടെന്ന് ചതഞ്ഞ് കിട്ടത്തില്ല. ഞാനിപ്പോൾ ഇങ്ങനെയാണ് ചെയ്യുന്നത്. കണ്ടോ, ഇതുപോലെ ഒന്ന് ചതച്ചെടുത്താൽ മതി. നമ്മൾ ചെയ്യുമ്പോൾ ഇനിയും കുറച്ചുകൂടി അത് നല്ല രീതിയിൽ ആയിക്കോളും. ഓക്കെ, അപ്പോൾ ഞാൻ മുഴുവനും ഇതുപോലെ തന്നെ ചെയ്തേക്കാം. മിക്സിയിൽ പൾസ് മോഡിലിടാണെങ്കിൽ ഓക്കെയാണ് കേട്ടോ. പെട്ടെന്ന് തന്നെ നമുക്ക് റെഡിയായി കിട്ടും. അപ്പോൾ എല്ലാം ഞാൻ ഇതുപോലെ ചെയ്തേക്കാം. അപ്പോൾ ഞാൻ അതെല്ലാം ഇതുപോലെ ചതച്ച് വെച്ചിട്ടുണ്ട്. ഇങ്ങനെ ചതച്ചാൽ മതി കേട്ടോ. തീരെ പൊടിയാക്കണമെന്നൊന്നുമില്ല. നമുക്കിനി ചെയ്യാം. ചൂടാക്കാൻ വെച്ചിട്ടുണ്ട്. അതിൽ നമുക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. ഒരു 1.5 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. വെളിച്ചെണ്ണയാണ് ഇതുപോലത്തെ നാടൻ കറികൾക്കൊക്കെ നല്ല ടേസ്റ്റ് കിട്ടുന്നത്. എണ്ണ ചൂടാകട്ടെ. നമുക്ക് 1 ടീസ്പൂൺ കടുക് ഇട്ട് കൊടുക്കാം. അത് കഴിഞ്ഞിട്ട് 1 ടീസ്പൂൺ ഉഴുന്ന് പരിപ്പിട്ട് കൊടുക്കാം. പിന്നെ കുറച്ച് കറിവേപ്പില, 2 ഉണക്കമുളക് ഇട്ടിട്ടുണ്ട്. ഇപ്പോൾ ഇതിൽ നമ്മൾ അരച്ച് വെച്ചിരിക്കുന്ന അരപ്പുണ്ടല്ലോ, അതിട്ട് കൊടുക്കാം. ഫ്ലെയിം കുറച്ച് വെച്ചിട്ട് ഇളക്കി കൊടുക്കാം. ചക്കയിൽ നമ്മൾ ഉപ്പിട്ട് വേവിച്ചിട്ടുണ്ട്. അപ്പോൾ ഇതിന് വേണമെങ്കിൽ ശകലം 1 നുള്ളി ഉപ്പ് തേങ്ങയ്ക്ക് മാത്രം ഇട്ട് കൊടുക്കാം. തേങ്ങ കുറച്ച് കൂടിയാലും കുഴപ്പമൊന്നുമില്ല കേട്ടോ. 1 നുള്ളേ ചേർക്കുന്നേ. എന്തെന്ന് വെച്ചാൽ ഇതിന് തേങ്ങ കൂടുതൽ ചേർത്താലേ ഈ കറിക്ക് നല്ല ടേസ്റ്റ് കാണത്തുള്ളൂ. ഇനിയിപ്പോൾ നമ്മൾ ചതച്ച് വെച്ചിരിക്കുന്ന ചക്കയും കൂടെ ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നല്ല രീതിയിലൊന്ന് മിക്സ് ചെയ്യാം. മിക്സ് ചെയ്തിട്ട് ഉപ്പിൻ്റെ ടേസ്റ്റും കൂടെ നോക്കിക്കോണേ. തേങ്ങയും ചക്കയും എല്ലാം കൂടെ മിക്സ് ആവണം. എരിവും ഉപ്പൊക്കെ കറക്റ്റാണ്. ഇതിന് കൂടുതൽ ഉപ്പൊന്നും ചേരത്തില്ല.
അത് കാരണം ഉപ്പ് സൂക്ഷിച്ചിട്ടോണേ. ഇനി ഇതെല്ലാം കൂടെ നല്ല മിക്സ് ചെയ്ത് 2 മിനിറ്റ് നമുക്കൊന്ന് ചൂടാക്കാം. വെച്ചാൽ തേങ്ങയൊക്കെ നല്ല രീതിയിൽ നമ്മുടെ ചക്കയിൽ പിടിച്ച് കിട്ടും. നമ്മുടെ പച്ചമുളകൊക്കെ നല്ല രീതിയിലൊന്ന് മാറിയും കിട്ടും. തീ കൂട്ടി വെച്ചിട്ട് ഇളക്കി കൊടുക്കാം കേട്ടോ. ചിലരാണെങ്കിൽ ഈ തോരൻ തീരെ പൊടിയായിട്ട് ഇങ്ങനെ അങ്ങനെ ചെയ്യും. അതിനേക്കാളും എനിക്ക് തോന്നുന്നത് ഇങ്ങനെ ചെയ്യുമ്പോൾ ഇച്ചിരി കൂടി നല്ല ചതച്ച് നമ്മൾ ഇടുമ്പോഴേ കൊള്ളാമെന്നാണ് തോന്നുന്നത്. അല്ല തീരെ പൊടിയായിട്ട് വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ മിക്സിയിലിട്ട് ഒരു നല്ല രീതിയിലൊന്ന് കറക്കി എടുത്തിട്ടും ചെയ്യാം. പിന്നെ ഇത് കുക്കറിൽ വെച്ച് വേവിക്കാം കേട്ടോ, വലിയ പീസായിട്ട്. അതായത് നമ്മളിട്ടതിനേക്കാളും 2-3 ഇരട്ടി വലിയ പീസായിട്ടിട്ടിട്ട് ഒരു 3 വിസിൽ വെച്ചാൽ മതി, വെന്ത് കിട്ടും. അങ്ങനെയും ചെയ്യാം. അതിനേക്കാളും അതിൻ്റെ ആവശ്യമില്ല. ഇതുപോലെ കട്ട് ചെയ്തിട്ട് ഇതിലിട്ടാൽ പെട്ടെന്ന് തന്നെ എനിക്ക് വെന്ത് കിട്ടി. തേങ്ങ നല്ല രീതിയിൽ വരണ്ട് കിട്ടണം കേട്ടോ, എങ്കിലേ നല്ല ടേസ്റ്റ് ഉള്ളൂ തോരനെ. വെള്ളമൊന്നും നമ്മൾ വേസ്റ്റാക്കില്ല. ശകലം വെള്ളം വല്ലതും നിങ്ങൾക്ക് ബാക്കി വരികയാണെന്നുണ്ടെങ്കിൽ ആ ചക്ക നമ്മൾ ചേർക്കുമ്പോഴേ അതും കൂടെ ചേർക്കാം, കുഴപ്പമില്ല. തേങ്ങയെല്ലാം കൂടെ കിടന്ന് വെന്തോളും. കുറച്ചുകൂടെ ഡ്രൈ ആയി കിട്ടട്ടെ. അപ്പം നമ്മുടെ തേങ്ങയൊക്കെ നല്ല രീതിയിൽ വരണ്ട് നല്ല ടേസ്റ്റായി കിട്ടിയിട്ടുണ്ട്. മതി, ഞാൻ ഫ്ലെയിം ഓഫ് ചെയ്യുന്നേ. അപ്പോൾ കണ്ടോ, നമ്മുടെ ടേസ്റ്റി ആയിട്ടുള്ള ഇടിച്ചക്ക തോരൻ സൂപ്പറായിട്ട് കിട്ടിയിട്ടുണ്ട്. ഇത് ഇടിച്ചക്ക തോരൻ വന്നിട്ട് പല രീതിയിലും വെക്കുന്നുണ്ട് കേട്ടോ. ഇതിപ്പോൾ ഞാൻ 3 പച്ചമുളക് വെച്ചപ്പോൾ നല്ല എരിവുണ്ട്. നിങ്ങൾക്ക് ഇത്ര എരിവിൻ്റെ ആവശ്യമില്ലെങ്കിൽ 2 പച്ചമുളക് വെച്ചാൽ മതി. പിന്നെ നമ്മൾ പകുതി ചക്കയുടെ അളവാണ് ഇതൊക്കെ കാണിച്ചത് കേട്ടോ. നിങ്ങൾ മുഴുവൻ ചക്ക എടുക്കുകയാണെങ്കിൽ തേങ്ങയുടെ അളവെല്ലാം കൂട്ടിക്കോണം, എല്ലാത്തിൻ്റെയും അളവ് കൂട്ടിക്കോണം. ഓക്കെ, അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കണേ. അപ്പോൾ എൻ്റെ ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ട് കാണുമെന്ന് വിശ്വസിക്കുന്നു. എൻ്റെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനൊന്നും മറന്നു പോകരുതേ. അടുത്തത് നല്ലൊരു റെസിപ്പിയായിട്ട് വീണ്ടും കാണാം. ഓക്കെ, താങ്ക് യു.